ഞാൻ ഇടയ്ക്കൊക്കെ മഴക്കാലത്തും അടീനിയം ചെടികളിൽ ഇടയ്ക്കൊക്കെ വളമിട്ട് കൊടുക്കുമ്പോൾ അതിൽ നന്നായി പൂക്കളുണ്ടാകുന്നു. മഴയത്തൊന്നും മാറ്റി വെച്ചാൽ പൂക്കളൊക്കെ നന്നായി വിരിഞ്ഞു കിട്ടും. മഴ നന്നായി കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാലും അടീനിയം ചെടികളിൽ പൂക്കളൊക്കെ ഉണ്ടാകും, മുട്ടുകളും ഉണ്ടാകും. മുട്ടുകൾ പകുതി വിരിയാതെ കൊഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. മഴയത്ത് നിൽക്കുന്ന ചെടികളിൽ പൂക്കളുണ്ടായാലും മഴ കൊള്ളുമ്പോൾ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അടീനിയം ചെടികളുടെ വിത്തുകൾ മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ 2-3 ആഴ്ച മുമ്പ് ചെയ്തിരുന്നു. ഈ ചെടിയുടെ കായ്കളായിരുന്നു അതിപ്പോൾ കുറച്ച് വളർന്നു വലുതായി. സിംഗിൾ പെറ്റലുള്ള അടീനിയം ചെടികളിലാണ് കൂടുതലും കായ്കൾ ഉണ്ടാകുന്നത്. ഇതാണ് അന്ന് വിത്ത് പാകി മുളപ്പിച്ച തൈകൾ. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. നമുക്ക് ഈ തൈകളൊക്കെ പോട്ടിലേക്ക് മാറ്റി നടാം. അടീനിയത്തിന് നല്ല ലൂസായ പോട്ടിംഗ് മിക്സാണ് വേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇവ ഒരേ അളവിലെടുത്തിട്ട് കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഇവയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടാണ് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ചെറിയ തൈകളായതുകൊണ്ട് ചെറിയ പോട്ടുകളിലാണ് ഞാൻ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഓരോന്നോരോന്നായി തൈകൾ നട്ടു വയ്ക്കാം. 3-4 ആഴ്ച വളർച്ചയായുള്ളൂവെങ്കിലും കണ്ടോ, ഇതിൻ്റെ തണ്ടുകളൊക്കെ വീർത്താണിരിക്കുന്നത്. കോഡെക്സൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. പോട്ടിൻ്റെ നടുക്ക് ചെറിയൊരു കുഴിയെടുത്ത് അതിലേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്താൽ മതി. അധികം ആഴത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ട. വേരുകൾ മണ്ണിനടിയിൽ വരുന്ന പോലെ മാത്രം വെച്ച് കൊടുത്താൽ മതി. കോഡെക്സ് വളരാനുള്ളതാണ്. ഏറ്റവും വളർച്ചയുള്ള തൈകൾ മാത്രമാണ് ഞാനിപ്പോൾ നടുന്നത്. ബാക്കിയുള്ളവയൊക്കെ പിന്നീട് നട്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ പല പോട്ടുകളിലായി കുറച്ച് തൈകളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഇനി ഇവയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തണലുള്ള ഭാഗത്തേക്ക് എവിടെയെങ്കിലും വെയിൽ കൊള്ളാതെ മഴയും നനയാതെ മാറ്റി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് നൈട്രജൻ ചേർന്ന വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുക്കുക. വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ 1 വർഷം കൊണ്ട് ചെടികളൊക്കെ നല്ല ഉഷാറായി വളരും. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുകയോ പ്രൂൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതേ സമയത്തേക്ക് കോഡെക്സും നന്നായി വളർന്നിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.